കൊല്ലം ജില്ലയിലെ പുനലൂർ ഡിപ്പോയിൽ നിന്നുള്ള കഴിഞ്ഞ വർഷത്തെ KSRTCയുടെ ചെക്ക് ഷീറ്റാണിത്. ആദ്യമേ പറയട്ടെ, ഈ രേഖകൾ പുറത്തുനിന്നുള്ള ഒരാൾക്ക് എളുപ്പത്തിൽ ലഭിക്കുകയില്ല. മാത്രമല്ല, എളുപ്പത്തിൽ ഇതിൽ നിന്നൊന്നും വ്യക്തമാവുകയുമില്ല. പക്ഷേ വലിയ കള്ളക്കളികളാണ് ഇതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നത്. KSRTC ബസ്സുകൾ തോന്നിയ പോലെ സർവീസ് നടത്തുന്നത് നിയന്ത്രിക്കാനായി എൻക്വയറി സ്റ്റേഷൻ മാസ്റ്റർ എന്ന നിലയിൽ എല്ലാ ദിവസവും ഡിപ്പോകളിൽ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്താറുണ്ട്. നവംബർ 4-ന് പുനലൂരിൽ ഇതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ CI2 നേതാവ് N ബിജു ആയിരുന്നു. അദ്ദേഹം അന്നേ ദിവസം ജോലിക്കെത്താതെ CI2വിന്റെ സംഘടനയായ KSRTAയുടെ സമരത്തിൽ പങ്കെടുത്തു. ആബ്സെന്റ് മാർക്ക് ചെയ്തതിന് മുകളിൽ ഒപ്പിട്ട് തൊട്ടടുത്ത ദിവസം അറ്റൻഡൻസ് നേടുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ അഭാവത്തിൽ തോന്നിയ പോലെ ബസ് ഓടിച്ച് KSRTCക്ക് നഷ്ടമായത് 70,000-ലധികം രൂപയാണ്. അടുത്തത് ജനറം ബസ് സർവീസിലെ തട്ടിപ്പാണ്. പുനലൂർ കൊല്ലം ജനറം ഓഗസ്റ്റ് 29-ന് സർവീസ് നടത്തിയത് രാവിലെ 10:15 വരെ മാത്രം. സർവീസ് എന്തിന് നിർത്തിയെന്നതിന്റെ കാരണം രേഖകളിൽ നിന്ന് തന്നെ വായിച്ചു കളഞ്ഞു. ഡ്യൂട്ടിക്കെത്തി രാവിലെ മുങ്ങിയ CI2 ഭാരവാഹികളായ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഡബിൾ ഡ്യൂട്ടി ലഭിക്കാനാണ് ഈ തട്ടിപ്പ്. അംബേദ്കർ ജയന്തിയുടെ ഡ്യൂട്ടി ഓഫ് ലഭിക്കാൻ 2 CI2 നേതാക്കൾ ഒരേ ജോലി ചെയ്തതായി രേഖകളിൽ വരുത്തിയതാണ് അടുത്ത തട്ടിപ്പ്. തീർന്നില്ല. ഡബിൾ ഡ്യൂട്ടിക്കായി അന്തർ സംസ്ഥാന സർവീസ് തെന്മല വരെ ഓടിച്ചതും ടേക്ക് ഓവർ സർവീസ് നടത്താതിരുന്നതും കായംകുളം പോകേണ്ട ബസ്സിലെ ജീവനക്കാർക്ക് നേരത്തെ വീട്ടിൽ പോകാൻ കൊട്ടാരക്കര വരെ സർവീസ് വെട്ടിച്ചുരുക്കിയതും രേഖകളിൽ നിന്ന് വ്യക്തമാണ്. ഇതിലൂടെയൊക്കെ KSRTCക്ക് എത്ര രൂപ നഷ്ടം വന്നെന്നറിയാൻ ഞങ്ങളൊരു ഉദ്യോഗസ്ഥരുമായി ഫോണിൽ ബന്ധപ്പെട്ടു. ഈ സൂചിപ്പിച്ച ക്രമക്കേടിൽ നിന്നും KSRTCക്ക് ഏകദേശം 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത്. ക്യാമറ പേഴ്സൺ മനോജ് PL-നൊപ്പം ശ്യാമാർ ബാബു, മീഡിയ 1 കൊല്ലം.